ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട് അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ രാവിലെ നടന്ന പ്രതിഷേധത്തിനിടെ സ്കൂളിലെ ഒരു ഉദ്യോഗസ്ഥ വിദ്യാർത്ഥികളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശം നടത്തിയെന്ന ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡലം കമ്മിറ്റി രംഗത്ത് വന്നു. വിദ്യാർത്ഥികൾക്ക് സ്റ്റാൻഡേർഡ് ഇല്ല എന്ന അധിക്ഷേപ പരാമർശം ഇവർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നടത്തിയെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം. അധിക്ഷേപ പരാമർശം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വേണമെന്നും അല്ലാത്തപക്ഷം ഇവർക്കെതിരെ തുടർ സമരങ്ങൾക്ക് രൂപം നൽകുമെന്നും യൂത്ത് കോൺഗ്രസ് നേതൃത്വം അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. അടിമാലി സർക്കാർ ഹൈസ്കൂളിലെ 9ാം ക്ലാസ്സിലെ സി ഡിവിഷൻ അപ്രതീക്ഷിതമായി നിർത്തലാക്കാൻ പോകുന്നുവെന്ന ആരോപണവുമായിട്ടായിരുന്നു രക്ഷിതാക്കളും യുവജന സംഘടനകളും പ്രതിഷേധവുമായി എത്തിയത്. ഇംഗ്ലീഷ് മീഡിയമായ സി ഡിവിഷൻ നിലനിർത്തണമെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യം. ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് മറ്റൊരാക്ഷേപവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. രാവിലെ നടന്ന പ്രതിഷേധത്തിനിടെ സ്കൂളിലെ ഒരു ഉദ്യോഗസ്ഥ വിദ്യാർത്ഥികളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശം നടത്തിയെന്നാണ് യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡലം കമ്മിറ്റിയുടെ ആക്ഷേപം. വിദ്യാർത്ഥികൾക്ക് സ്റ്റാൻഡേർഡ് ഇല്ല എന്ന അധിക്ഷേപ പരാമർശം ഉദ്യോഗസ്ഥ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നടത്തിയെന്നും അധിക്ഷേപ പരാമർശം നടത്തിയ ഉദ്യോഗസ്ഥയ്ക്കെതിരെ നടപടി വേണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. അല്ലാത്തപക്ഷം തുടർ സമരങ്ങൾക്ക് രൂപം നൽകുമെന്നും യൂത്ത് കോൺഗ്രസ് നേതൃത്വം അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സമരം നടക്കുന്ന വേളയിൽ ഈ സ്കൂളിലെ ഒരു ഉദ്യോഗസ്ഥ അടിമാലിയിലെ വിദ്യാർത്ഥികൾക്ക് നിലവാരമില്ല എന്നുള്ള ഒരു പ്രസ്താവനയാണ് നടത്തിക്കൊടുക്കുന്നത്. അടിമാലിയിലെ വിദ്യാർത്ഥി നിലവാരമില്ല എന്ന് പറഞ്ഞാൽ അടിമാലി സ്കൂളിൽ പഠിക്കുന്ന സ്റ്റാൻഡേർഡ് ഇല്ലാത്ത വിദ്യാർത്ഥികൾ അടിമാലി സ്കൂളിൽ പഠിക്കുന്നതാണ് പറഞ്ഞത്. വിദ്യാർത്ഥികളുടെ നിലവാരം ഉയർത്തേണ്ടത് അവർ പഠിക്കുന്ന കലാലയത്തിനെയും അവർ സാഹചര്യം സംബന്ധിച്ചാണ്. പ്രദേശത്തെ വിവിധ ഉന്നതികളിൽ നിന്ന് നിരവധി വിദ്യാർത്ഥികൾ പഠനത്തിനായി അടിമാലി സർക്കാർ ഹൈസ്കൂളിനെ ആശ്രയിക്കുന്നുവെന്നും വേണമെങ്കിൽ ഡിവിഷൻ നിലനിർത്താൻ ശ്രമിക്കാമെന്ന പരാമർശം നടത്തിയ പ്രധാന അധ്യാപികയ്ക്കെതിരെ നടപടി വേണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യമുന്നയിക്കുന്നു. വിഷയത്തിൽ ബന്ധപ്പെട്ട വകുപ്പിന് പരാതി സമർപ്പിച്ചതായും പരാമർശം നടത്തിയവർക്കെതിരെ നടപടിയുണ്ടായില്ലെങ്കിൽ കടുത്ത സമരവുമായി മുമ്പോട്ടു പോകുമെന്നും മണ്ഡലം പ്രസിഡന്റ് അലൻ നിതിൻ സ്റ്റീഫൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷിൻസ് ഏലിയാസ്, ജില്ലാ ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് രാജീവ്, KSU ജില്ലാ ജനറൽ സെക്രട്ടറി അലൻ സണ്ണി എടപ്പാറ, മുൻ അസംബ്ലി വൈസ് പ്രസിഡന്റ് അഖിൽ ബേസിൽ രാജു തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, അടിമാലി.